Welcome. ഈ വീഡിയോ പ്രധാനമായും 4 ഭാഗങ്ങളായി തിരിക്കാം. സർഫസ് വെബ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗൂഗിൾ, യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയവ ഇതാകെ ഇന്റർനെറ്റിന്റെ 4% മാത്രമേ ഉള്ളൂ. ഡീപ്പ് വെബ്. പാസ്വേഡ് ഉപയോഗിച്ച് മാത്രം കയറാവുന്ന കാര്യങ്ങൾ. ഇമെയിൽ, ബാങ്ക് ഡീറ്റെയിൽസ്, ക്ലൗഡ് സ്റ്റോറേജ്. ഡാർക്ക് വെബ്. പ്രത്യേക ബ്രൗസറുകൾ, ടൂർ ബ്രൗസർ വഴി മാത്രം കയറാവുന്ന ഇന്റർനെറ്റിന്റെ മറഞ്ഞിരിക്കുന്ന ഭാഗം. അപകടങ്ങൾ ആൻഡ് മുൻകരുതലുകൾ. എന്തുകൊണ്ട് ഡാർക്ക് വെബ് സാധാരണക്കാർക്ക് സുരക്ഷിതമല്ല? നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് വെറും മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിനു താഴെ ഭീകരവും നിഗൂഢവുമായ മറ്റൊരു ലോകമുണ്ട്, ഡാർക്ക് വെബ്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? സാധാരണക്കാർ അവിടെ കയറിയാൽ എന്തു സംഭവിക്കും? നമുക്ക് നോക്കാം. ഡാർക്ക് വെബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. അവിടെ ഡ്രഗ്സ്, ഹാക്കിംഗ്, മറ്റ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ശരിയായ അറിവ് നേടുക എന്നതാണ് പ്രധാനം. സാധാരണ ബ്രൗസറുകൾ വഴി നമുക്കവിടെ എത്താൻ കഴിയില്ല. ഈ വീഡിയോ കേവലം അറിവിനായി മാത്രമാണ്. ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സുരക്ഷയെ ബാധിച്ചേക്കാം. അതുകൊണ്ട് ആരും ഇത് പരീക്ഷിക്കരുത്. ഡാർക്ക് വെബിൽ കയറുന്നത് തന്നെ വലിയ റിസ്ക്കാണ്. നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തപ്പെടാനും ഡിവൈസ് ഹാക്ക് ചെയ്യപ്പെടാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കൗതുകത്തിന് പോലും ഇത്തരം സൈറ്റുകളിൽ കയറരുത്. സാധാരണ ബ്രൗസറുകൾ അവിടെ പണിയെടുക്കില്ല. ഗൂഗിൾ ക്രോം, സഫാരി അല്ലെങ്കിൽ ഫയർഫോക്സ് വഴി നമുക്ക് ഡാർക്ക് വെബ്സൈറ്റുകൾ തുറക്കാൻ കഴിയില്ല. അതിനായി ടോർ, ദി ഓണിയൻ റൗട്ടർ എന്ന പ്രത്യേക ബ്രൗസർ വേണം. ഉള്ളി തൊളിക്കുന്നത് പോലെ പല ലെയറുകളിലായി IP അഡ്രസ്സ് മറച്ചുവെക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. .com അല്ല, അത് .onion ആണ്. സാധാരണ വെബ്സൈറ്റുകൾ .com അല്ലെങ്കിൽ .in എന്നതിലാണ് അവസാനിക്കുന്നത്. എന്നാൽ ഡാർക്ക് വെബിലെ സൈറ്റുകൾ അവസാനിക്കുന്നത് .onion എന്നതിലാണ്. കൂടാതെ ഈ സൈറ്റുകളുടെ പേരുകൾ ഓർത്തെടുക്കാൻ പറ്റാത്ത വിധം അക്കങ്ങളും അക്ഷരങ്ങളും കലർന്നവയായിരിക്കും. ഇടപാടുകൾ. ബിറ്റ്കോയിനിൽ. ഡാർക്ക് വെബിൽ സാധനങ്ങൾ വാങ്ങാനോ വിൽക്കാനോ സാധാരണ പണം ഉപയോഗിക്കില്ല. പകരം ബിറ്റ്കോയിൻ, മൊനേറോ തുടങ്ങിയ ക്രിപ്റ്റോ കറൻസികളാണ് ഉപയോഗിക്കുന്നത്. ഇത് പണം അയക്കുന്നത് ആരാണെന്നോ സ്വീകരിക്കുന്നത് ആരാണെന്നോ കണ്ടുപിടിക്കാൻ പ്രയാസമാക്കുന്നു. നല്ല വശങ്ങളുമുണ്ട്. ഡാർക്ക് വെബ് വെറും കുറ്റകൃത്യങ്ങൾക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത്. മാധ്യമപ്രവർത്തകർ, ഏകാധിപത്യ രാജ്യങ്ങളിൽ വാർത്തകൾ രഹസ്യമായി കൈമാറാൻ ഇത് ഉപയോഗിക്കുന്നു. വിസിൽ ബ്ലോവേഴ്സ്, വലിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നു. ഫേസ്ബുക്കിനും CIA-ക്കും. ഫേസ്ബുക്കിന് പോലും ഡാർക്ക് വെബിൽ ഒരു ഔദ്യോഗിക ഓണിയൻ വെബ്സൈറ്റ് ഉണ്ട്. വലിയ അപകടങ്ങൾ. ഐഡന്റിറ്റി തെഫ്റ്റ്. നമ്മുടെ പാസ്വേഡുകളും ബാങ്ക് വിവരങ്ങളും അവിടെ വിൽക്കപ്പെടാൻ സാധ്യതയുണ്ട്. മാൽവെയർ. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ ഹാക്കർമാരുടെ നിയന്ത്രണത്തിലാകാൻ. റെഡ് റൂംസ്. ഇന്റർനെറ്റിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ റെഡ് റൂമുകളെക്കുറിച്ച്. ഇതൊരു കെട്ടുകഥയാണോ സത്യമാണോ എന്ന് ഇന്നും തർക്കമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.